തൃശൂർ പൂരം കലക്കലിൽ പുനരന്വേഷണം. പൂരം കലക്കലിലെ ADGPയുടെ റിപ്പോർട്ട് സർക്കാർ തള്ളി. വീണ്ടും അന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശം. ADGPക്കെതിരെ DGP തല അന്വേഷണത്തിനാണ് ശുപാർശ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. സൈഫ് സൈനുലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് ADGPയുടെ റിപ്പോർട്ട് തള്ളുന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ തീരുമാനത്തിന്റെ വിശദാംശങ്ങളുമായി നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഹരിമോഹൻ കൂടി നമ്മുടെ ആദ്യം സൈഫ്, എന്താണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ? ഇന്നലെ ADGP സമർപ്പിച്ച DGPക്ക് സമർപ്പിക്കുന്നു, DGP മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുന്നു. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഗൗരവമായി പരിഗണിക്കണം, ഇതിൽ ആവശ്യമായ നടപടി ഉണ്ടാകണം, ശക്തമായ നടപടികളിലേക്ക് നീങ്ങണം എന്ന ആവശ്യം റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ADGPയുടെ റിപ്പോർട്ട് DGPയുടെ ശുപാർശയോട് കൂടി തന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്, അത് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് വരികയാണ്, നിയമപരമായി അതാണ് നടപടിക്രമം, ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ നൽകിയിരിക്കുകയാണ്. ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകിനെയും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. ഇതിൽ ADGPക്കെതിരെ അന്വേഷണം വേണം എന്നുള്ളതാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നിലപാട്. DGPയുടെ ശുപാർശയും അത്തരത്തിൽ തന്നെയായിരുന്നു. അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചിരിക്കുന്നത്. ADGPക്കെതിരെ DGP തലത്തിലുള്ള അന്വേഷണം വേണം എന്നാണ് ആ റിപ്പോർട്ടിൽ, ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു തുടരന്വേഷണത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ BJPയുടെ വിജയത്തിന് കാരണമായി എന്ന് പറയപ്പെടുന്ന പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിയും ആഭ്യന്തര സെക്രട്ടറിയും തള്ളിക്കൊണ്ട് പുതിയ അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിഷാദ്, ഓക്കെ സൈഫ്, അതൊരു പ്രധാന സംഗതി ഉണ്ടല്ലോ. ഇപ്പൊ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടത് ആ ഒരു വിവാദം അതിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ വേറെയും ഇവിടെ അന്തരീക്ഷത്തിലുണ്ട്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ RSS ബാന്ധവം, അദ്ദേഹം RSSന് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ, മനഃപൂർവ്വമായി ഉണ്ടാക്കിയിട്ടുള്ള പൂരം കലക്കൽ പോലെയുള്ള വിവാദങ്ങൾ, അതിലൊരു ഭാഗത്ത് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ എന്നിരിക്കെ ഈ തീരുമാനം അജിത് കുമാറിന്റെ സുരക്ഷിത സ്ഥാനത്തെ കുറച്ചൊന്ന് ഇളക്കുന്നതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവിയെ അപകടത്തിലാക്കുന്നതാണോ സൈഫ്? നിഷാദ്, ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും. അതിനുശേഷം അജിത് കുമാർ എന്ന ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ തൊപ്പി അദ്ദേഹത്തിന് തന്നെ മാറ്റിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അത് മാറ്റിവെക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം CP അടക്കമുള്ള ഘടകകക്ഷികൾക്ക് ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിനോട് പൂർണ്ണമായി വിയോജിപ്പുണ്ട്. ഇന്നലെ എഡിറ്റോറിയൽ, ജനയുഗത്തിൽ എഴുതിയ എഡിറ്റോറിയൽ തന്നെ അത് കൃത്യമായി തന്നെ CPI വ്യക്തമാക്കിയിട്ടുണ്ട്. CPIക്ക് ഒരു വിഷയത്തിൽ മാത്രമല്ല, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, RSS നേതാക്കളുമായി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിലും കടുത്ത അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രി സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മുഖ്യമന്ത്രി റിപ്പോർട്ട് വരട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും അദ്ദേഹത്തെ പൂർണ്ണമായി സംരക്ഷിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നതെങ്കിൽ പരസ്യമായ നിലപാടുകളിലേക്ക് ഇടതുമുന്നണി സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളിലേക്കും പരസ്യമായ നിലപാടുകളിലേക്കും CPI പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരാഴ്ച കൂടി ഈ തൊപ്പി സംരക്ഷിക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം 1-ാം തീയതിയോടുകൂടി, കഴിഞ്ഞ മാസം 2-ാം തീയതിയാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ഒരു മാസത്തെ അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. അതിനിടയിൽ, അതായത് ഒക്ടോബർ മാസം 1-നകം തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കും. എല്ലാ വിഷയത്തിലും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് റിപ്പോർട്ട് അജിത് കുമാറിനെ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി നൽകാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ തന്നെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇന്നലെ മുഖ്യമന്ത്രി നൽകുകയും സംസ്ഥാന പോലീസ് മേധാവി അതിന്മേലുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP നൽകിയ റിപ്പോർട്ട് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥർ, ഒന്ന് സംസ്ഥാന പോലീസ് മേധാവി ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടൊരു ശുപാർശ അടക്കം ഒരു കുറിപ്പോട് കൂടി മുഖ്യമന്ത്രിക്ക് നൽകുന്നു. അതിനുശേഷം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ അഭിപ്രായം മുഖ്യമന്ത്രി തേടുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും ഈ റിപ്പോർട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ട് നൽകുകയും സംസ്ഥാന സർക്കാരിന് അത് അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന് പറയുന്ന ആ തൊപ്പി അത് അധിക കാലം അജിത് കുമാറിന്റെ തലയിൽ കാണാനുള്ള സാധ്യത കുറവാണ്. സൈഫ്, ഇതിനകത്തൊരു പ്രധാന കാര്യമുള്ളത് ADGP അജിത് കുമാറിന്റെ പങ്കാളിത്തം അടക്കം അന്വേഷിക്കണം എന്നതാണോ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ മുമ്പിലുള്ള പ്രശ്നം?
അതായത് ഈ റിപ്പോർട്ട് കംപ്ലീറ്റ് അല്ല, ഇതിൽ കാര്യങ്ങൾ ശരിയാവണ്ണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന അപൂർണതയുടെ പേരിലാണോ, അതോ അജിത് കുമാർ എന്ന ലോ ആൻഡ് ഓർഡർ ADGPയുടെ പങ്കാളിത്തം അന്വേഷിക്കപ്പെട്ടിട്ടില്ല, അത് സംശയാസ്പദമായ പൊസിഷനിലാണ് എന്നതുകൂടി ഈ തീരുമാനത്തിന്റെ പ്രധാന കാരണമാണോ? നിഷാദ്, രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ADGP റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഹരി അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഹരി സൂചിപ്പിക്കും. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഒന്ന്, സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകിനെ കുറ്റപ്പെടുത്തുന്നു. അങ്കിത് അശോക് അവിടെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ സംബന്ധിച്ച ചില കുറ്റപ്പെടുത്തലുകളുണ്ട്. അതിനൊപ്പം തന്നെ തിരുവമ്പാടി പാറമക്കാവ് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇതിലെയൊക്കെ പ്രധാനപ്പെട്ട കണ്ണി ആരാണ്? അവിടെ കണ്ണിയായി വരുന്നത് MR അജിത് കുമാറാണ്. അദ്ദേഹം തൃശ്ശൂരിലുണ്ടായിരുന്നു, പുലർച്ചെ 3 മണി വരെ തൃശ്ശൂരിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരാളെയും പിന്നെ 2 ദേവസ്വങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് അവിടെ നൽകുന്നുണ്ട്. ആ റിപ്പോർട്ട് പൂർണ്ണമല്ല എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ചുമതലയുള്ള ആളായിരുന്നു, ക്രമസമാധാന ചുമതലയുള്ള ADGP. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തൽ സംസ്ഥാന പോലീസ് മേധാവി നടത്തുകയും അതൊരു കുറിപ്പായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ആ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സെക്രട്ടറി ഇതിനകത്തൊരു പ്രാഥമിക പരിശോധന നടത്തുന്നുണ്ട്. വിവിധ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിനൊപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തൃശൂർ പൂര ദിവസം അവിടെ ഉണ്ടായിരുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ട്. അവിടെ അദ്ദേഹം ഉണ്ടായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രം അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം വരുന്നതെന്നുള്ള സാങ്കേതികമായ, അല്ലെങ്കിൽ മനുഷ്യർക്ക് പെട്ടെന്ന് ചോദിച്ചാൽ മനസ്സിലാകുന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്ന ശുപാർശ ADGPക്കെതിരെയും അന്വേഷണം വേണം എന്നുള്ളതാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെയും തൃശൂർ പൂരക്കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. DGP അങ്ങനെ ഒരു ശുപാർശ നൽകുമ്പോൾ ADGPക്കെതിരെ DGP തലത്തിലുള്ള അന്വേഷണം വേണം എന്നുകൂടി പറയുന്നുണ്ട്. DGP തലത്തിൽ എന്ന് പറയുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ തലപ്പത്തുള്ള ആളിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മറ്റൊരു DGP അന്വേഷിക്കുന്ന തരത്തിൽ അതിനെ കൊണ്ടുപോകണം എന്നൊരു ശുപാർശ കൂടി നൽകുമ്പോൾ ADGP MR അജിത് കുമാർ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നൽകിയ റിപ്പോർട്ട് ഹരി മോഹൻ കൂടി തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു. 4 മാസം വെച്ച് വൈകിപ്പിച്ച് ഉണ്ടാക്കിക്കൊടുത്ത റിപ്പോർട്ട് അപൂർണമാണെന്നും അതിൽ ADGP അജിത് കുമാറിന്റെ പങ്കാളിത്തം, ആരോപിക്കപ്പെടുന്ന പങ്കാളിത്തം അന്വേഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് DGPയുടെ നോട്ട്. അത് പരിഗണിച്ചുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറി ഈ റിപ്പോർട്ട് തള്ളണമെന്നും പുനരന്വേഷണം DGP തലത്തിൽ വേണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അജിത് കുമാറിനെ സംബന്ധിച്ച് ഗുരുതര സ്വഭാവമുള്ള തിരിച്ചടി അദ്ദേഹം നേരിടുന്നു ഈ കേസിനകത്ത് എന്നാണ്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ തോതിൽ സമ്മർദ്ദത്തിന് ശേഷം അദ്ദേഹം എഴുതി ഉണ്ടാക്കി കൊടുത്ത ഈ റിപ്പോർട്ട്, അതിനുള്ളിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ അപൂർണത എന്താണ്, അതിൽ പറയുന്ന ചേരായ്മകൾ എന്തൊക്കെയാണ്, അത് പരിശോധിക്കേണ്ട വിഷയമാണ്. ഹരി മോഹൻ കൂടി തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം ചേരുന്നു. ഹരി, ഈ കോളിലൊക്കെ ഉണ്ടാക്കിയ ഈ റിപ്പോർട്ടിൻ്റെ കണ്ടന്റും അതിലെ പ്രശ്നബാധിത പ്രദേശങ്ങളും ഏതൊക്കെയാണ് ഹരി? നിഷാദ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന്റെ മേൽ പൂർണ്ണമായി പഴിചാരിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഈ ADGP MR അജിത് കുമാർ സമർപ്പിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ അങ്കിത് അശോകിനെ പൂർണ്ണമായി പഴിചാരുമ്പോൾ തൃശ്ശൂരിൽ ആ സമയത്തുണ്ടായിരുന്ന 3 ഉന്നത ഉദ്യോഗസ്ഥർ അവരെന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല. മാത്രമല്ല, അന്ന് തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാർ, അതായത് സ്വയം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അജിത് കുമാറിന്റെ പേരില്ല. മറ്റൊന്ന് IG സ്പർജൻ കുമാർ, ക്ഷമിക്കണം, IG അനന്തരാമൻ, സേതുരാമൻ, DIG അജിത ബീഗം, ഇവരുടെ പേരുകൾ അതിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനകത്ത് ഇവർ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ചോദ്യമില്ല, മറിച്ച് ഈ പറയുന്ന അങ്കിത് അശോക് ഇവരെ കൃത്യമായി വിവരം അറിയിച്ചിട്ടില്ല എന്ന് മാത്രമാണ് അതിലുണ്ടായിരുന്നത്. മറിച്ച് ഇത്തരം ഒരു വിവരം അറിഞ്ഞിട്ട് അവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചോ, ഇക്കാര്യത്തിൽ ഇടപെട്ടോ, സംഘാടകരെ അനുനയിപ്പിച്ചോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയില്ലാത്ത തരത്തിലേക്ക് പൂർണ്ണമായിട്ടും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു വീഴ്ചയായി, പാളിച്ചയായി കൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ തിരുവമ്പാടി ദേവസ്വത്തെയും കാര്യമായി ഇതിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പൂരം നിർത്തിവെക്കാൻ പ്രഖ്യാപിച്ചത് ഏകപക്ഷീയമായിട്ടാണ്. അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ള തരത്തിലാണ് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് തിരുവമ്പാടി ദേവസ്വം ഇക്കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിഷേധിച്ചിരുന്നു. ഒരു പൂരം നിർത്തിവെക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചതാണോ പൂരം കലങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ള ചോദ്യം DGP ചോദിക്കുന്നുണ്ട്. അതായത് പൂരം നിർത്തിവെക്കാൻ പ്രഖ്യാപിച്ചത് പൂരം കലങ്ങുന്ന സമയത്താണ്. അതിനു മുമ്പ് പൂരം കലങ്ങാനുണ്ടായ കാരണത്തെക്കുറിച്ചൊരു വ്യക്തത